നമസ്കാരം. ഞാൻ ഡോക്ടർ മീന കൃഷ്ണൻ, ശിശുരോഗ വിദഗ്ധ SK ഹോസ്പിറ്റൽ ഇടപ്പഴിഞ്ഞി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന മലബന്ധം എങ്ങനെ നമുക്ക് ചികിത്സിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായി നമുക്ക് എന്താണ് മലബന്ധം എന്ന് നോക്കാം. വേദനയോടുകൂടി കട്ടിയുള്ള വരണ്ട മലം ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ പോകുന്നുള്ളൂ എങ്കിൽ കുട്ടിക്ക് മലബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മലം ഇങ്ങനെ വരണ്ട് കട്ടിപിടിക്കുന്നത്? കുഞ്ഞ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ അവശിഷ്ടം, അതായത് ദഹനം നടക്കാത്ത ഭാഗമാണ് മലമായി പുറത്തു പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന ഘടകം ഫൈബർ അഥവാ നാരാണ്. ആഹാരത്തിൽ അടങ്ങിയ നാരാണ് കുഞ്ഞ് കുടിക്കുന്ന വെള്ളവുമായി കലർന്ന് കുതിർന്ന് അയഞ്ഞ മലമായി പോകുന്നത്. അപ്പോൾ കുട്ടി കഴിക്കുന്ന ആഹാരത്തിൽ വെള്ളത്തിൻ്റെ അളവോ നാരിൻ്റെ അളവോ കുറയുകയാണ് എങ്കിൽ മലബന്ധം ഉണ്ടാകാം. ദിവസവും മലം പോയില്ല എങ്കിൽ മലം ഉള്ളിലിരുന്ന് വരണ്ടു പോകുകയും കട്ടി കൂടുകയും ചെയ്യുന്നു. 2 ദിവസം കഴിഞ്ഞ് മലം പോകുമ്പോൾ കുട്ടിക്ക് വേദന അനുഭവപ്പെടുന്നു. അപ്പോൾ വേദനിക്കുന്ന ഒരു കാര്യം നമ്മൾ പിന്നെയും ചെയ്യൂല. അടുത്ത പ്രാവശ്യം ഇച്ചിയിടണം എന്ന് തോന്നുമ്പോൾ കുഞ്ഞിന് നേരത്തെ വന്ന വേദനയുടെ ഓർമ്മ വന്നിട്ട് അന്നും പിടിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇനി എപ്പോഴാണോ പോകുന്നത് നല്ല കട്ടിയായിട്ട് വലിയ കഷ്ണങ്ങൾ പോകുമ്പോൾ വേദന ഏറി വരുന്നു. അപ്പോൾ കുറച്ചും കൂടി കുട്ടി മലം പോകാൻ മുട്ടുമ്പോൾ പോകാതെ പിന്നെയും പിടിച്ചു വയ്ക്കുന്ന ഈ സ്റ്റൂൾ വിത്ത് ഹോൾഡിംഗ് ബിഹേവിയർ എന്നാണ് ഇതിന് പറയുന്നത്. ഇച്ചിയിടാൻ മുട്ടുമ്പോൾ പോകാതിരിക്കുന്ന ആ സ്വഭാവം ബലപ്പെട്ടു വരുന്നു കുഞ്ഞിൽ. ഇതാണ് 3 കാര്യങ്ങൾ നമ്മൾ മലബന്ധം ചികിത്സിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1, ശരീരത്തിലെ ഫൈബറിൻ്റെ അളവ് കുറയുന്നു, ആവശ്യത്തിന് വെള്ളം കുടിക്കണം. 3, എല്ലാ ദിവസവും ഇച്ചിയിടാൻ ആഹാരം കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇച്ചിയിടാനായിട്ട് കുഞ്ഞിന് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് വേദനയില്ലാതെ ഇച്ചി പോകാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിന് ചെയ്തു കൊടുക്കണം. അപ്പോൾ എന്താണ് ഫൈബർ റിച്ച് ഫുഡ്? ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും, നമ്മുടെ സാധാരണ ലഭ്യമായിട്ടുള്ള എല്ലാത്തരം ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഫൈബർ ലഭ്യമാണ്. പക്ഷേ അത് ആവശ്യത്തിന് അളവിൽ കഴിക്കണം. ഇപ്പോൾ ചീര, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്കറികളിൽ ധാരാളം ഫൈബറുണ്ട്. അപ്പോൾ 1 സ്പൂൺ ചീര, 1 ടീസ്പൂൺ 5 ml കൊള്ളുന്ന 1 ടീസ്പൂൺ ചീര കുഞ്ഞ് ഇഷ്ടത്തോടെ കഴിച്ചത് കൊണ്ട് മലം അയഞ്ഞു പോകാനായിട്ടുള്ള ഫൈബർ ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ 1 തവി ചീര വേണ്ടി വരും, 1 തവി ബീൻസ് തോരൻ, ചെറുപയർ തൊലിയോടുകൂടി കഴിക്കുന്നത് ഏതും നല്ലതാണ്. ഇപ്പം ചെറുപയറാകാൻ, കടല, പീസ്, ഇതിലെല്ലാം തൊലിയോടുകൂടിയാണ് നമ്മൾ കഴിക്കുന്നത്. കപ്പലണ്ടി തൊലിയോടുകൂടി കഴിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സും, നമ്മൾ പച്ച മാങ്ങ കടിച്ച് തിന്നുന്ന തൊലിയോടുകൂടി, പേരയ്ക്ക അല്ലെങ്കിൽ പപ്പായ, ഗ്രേപ്സ്, ഇതിലെല്ലാം തന്നെയും നല്ലതുപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരമാണ്. അപ്പോൾ നിറച്ചും ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരം കുട്ടിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് ഫൈബർ ഇല്ലാത്ത ആഹാരം നമ്മൾ കുറയ്ക്കണം, കുഞ്ഞിന് കൊടുക്കുന്നത് കുറയ്ക്കണം. ഇപ്പോൾ ഫൈബർ എല്ലാ നാച്ചുറൽ ഫുഡ്സിലും ഫൈബർ ലഭ്യമാണ്. അത് ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്ത്, അൾട്രാ പ്രോസസ്സ് ചെയ്ത് പാക്കറ്റിൽ വരുന്ന റെഡിമെയ്ഡ് ഫുഡിൻ്റെ അകത്ത് എല്ലാ ഫൈബറും നശിച്ചിട്ടുണ്ടാവും. യൂഷ്വലി ഇത് ഉണ്ടാക്കുന്നത് ഈ മൈദ, ഡാൽഡ, വനസ്പതി, പഞ്ചസാര, കളർ ചേർത്തുണ്ടാക്കുന്ന, എണ്ണയിൽ മുക്കി പൊരിച്ചുണ്ടാക്കുന്ന ആഹാരങ്ങളാണ് ഒട്ടും ഫൈബർ ഇല്ലാത്തത്. ഉദാഹരണത്തിന് ഈ കേക്ക്, ഐസ്ക്രീം, മുട്ടായി, ചോക്ലേറ്റ്സ്, പഫ്സ്, ബിസ്ക്കറ്റ്, ക്രീം അടങ്ങിയിട്ടുള്ള ഏത് സാധനത്തിൻ്റെ അകത്തും ഒട്ടും ഫൈബർ ഇല്ല. ഇപ്പോൾ കുഞ്ഞിന് നമ്മൾ എളുപ്പമാണ്, രുചികരമാണ്, ചീപ്പാണ് ഈ തരം അൾട്രാ പ്രോസസ്ഡ് ബേക്കറി പാക്ഡ് ഫുഡ്. ഇപ്പോൾ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഫൈബർ ഇല്ലാത്ത ഭക്ഷണം കൊണ്ട് വയറ് നിറയുന്നു, രണ്ടാമത്തത് വിശപ്പ് കെട്ടുപോകുന്നത് കൊണ്ട് പിന്നെ നമ്മൾ ചോറും കറിയും ഫ്രൂട്ട്സും കൊണ്ടുവരുമ്പോഴത്തേക്കും കുഞ്ഞ് കഴിക്കാനായിട്ട് വിസമ്മതിക്കുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഫൈബർ റിച്ച് ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഫൈബർ ഇല്ലാത്ത ഭക്ഷണം കുറയ്ക്കുക കൂടി വേണം. തീരെ ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഡെയിലി പല വീടുകളിലും വൈകുന്നേരം ചായ, ബിസ്ക്കറ്റാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് അരിഞ്ഞ് കൊടുക്കാം, നമുക്ക് എള്ളുണ്ട കൊടുക്കാം, കപ്പലണ്ടി കൊടുക്കാം. അപ്പോൾ എപ്പോഴും കുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ്, അല്ലാത്ത ഫ്രൂട്ട്സും നമുക്ക് സ്നാക്സ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്.
പിന്നെയുള്ളൊരു കാര്യം പാനീയങ്ങളാണ്. ഈ നമ്മൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പലതരം ഡ്രിങ്ക്സിലും ഒട്ടും ഫൈബർ ഇല്ലാത്തതുണ്ട്. അപ്പം നമ്മൾ നേരെ ഫ്രൂട്ട് കഴിക്കണം എന്ന് പറഞ്ഞു, പക്ഷേ അതിനെ ജ്യൂസാക്കി ഫൈബറെല്ലാം അരിച്ച് കളഞ്ഞ് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മലബന്ധത്തിന് നല്ലതല്ല. അപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കളേർഡായിട്ട് കുപ്പിയിൽ അട്രാക്റ്റീവായിട്ട് പാക്ക് ചെയ്തിട്ട് ലേബലിംഗ് ഉള്ള പല ഫ്രൂട്ട് ജ്യൂസസും വാങ്ങിക്കാൻ ലഭ്യമാണ്. അത് ഒട്ടും നല്ലതല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മലബന്ധമുള്ള കുഞ്ഞുങ്ങൾക്ക്. അതേപോലെ തന്നെയാണ് പാലും. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു 400 ml ഓഫ് അൺഡൈല്യൂട്ടഡ് കൗസ് മിൽക്കും, മുതിർന്ന കുട്ടികൾക്ക് 1 ഗ്ലാസ് 200 ml അൺഡൈല്യൂട്ടഡ് കൗസ് മിൽക്കുമാണ് മിനിമം വേണ്ടത്. അത്രയും മതി. കൂടുതൽ പാല് കുടിക്കുന്നത് കൊണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ വിശപ്പ് നശിക്കുകയും നമുക്ക് ഫൈബർ അടങ്ങിയ ആഹാരം കൊടുക്കാൻ പറ്റാതെയും വരുന്നു. പാലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഫൈബർ ഇല്ല. അതുകൊണ്ട് മലബന്ധം ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാലിൻ്റെ അളവ് കുറയ്ക്കാനും പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫൈബർ റിച്ച് ഫുഡ് കൊടുക്കണം, ഫൈബർ കുറഞ്ഞ ആഹാരവും പാനീയങ്ങളും കുറയ്ക്കണം. മൂന്നാമത്തെ കാര്യം, ദിവസവും കക്കൂസിലിരിക്കാനായിട്ട് നമ്മൾ കുഞ്ഞിനെ പ്രേരിപ്പിക്കണം. ഇപ്പോൾ വേദന എടുക്കുന്നത് കൊണ്ടാണ് കുഞ്ഞ് കക്കൂസിൽ പോകാൻ മടി കാണിക്കുന്നത്, മലം കട്ടിയാകുന്നത് കൊണ്ടാണ് വേദന വരുന്നത്. അപ്പോൾ ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ട് മലം സോഫ്റ്റായി പോകുന്നില്ല എങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഫൈബർ റിച്ച് മരുന്നുകൾ അവൈലബിൾ ആണ്. അത് ലിക്വിഡായിട്ടും അവൈലബിൾ ആണ്, അത് പൗഡർ രൂപത്തിലും അവൈലബിൾ ആണ്. അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മലത്തിൽ പോകാനുള്ള ഫൈബർ പോലത്തെ മരുന്നുകളാണ് മലബന്ധം ചികിത്സിക്കാനായി കുട്ടികളിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്ന് എടുത്തു പറയാൻ കാര്യം, എപ്പോഴും ഈ ഒരു ശീലങ്ങളുടെയും ഭക്ഷണത്തിൻ്റെയും അല്ലാത്ത കാരണങ്ങൾ കൊണ്ടും മലബന്ധം ഉണ്ടാകാം. ഉദാഹരണത്തിന് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ കുറവ് ഉള്ള കുട്ടികളിൽ മലബന്ധം സാധാരണയാണ്. ചില കോഫ് സിറപ്സ് കുടിക്കുന്നത് കൊണ്ട് മലബന്ധം ഉണ്ടാകാം. ജന്മനാലേ ഉള്ള കുടലിൻ്റെ ചുരുക്കം, മലദ്വാരത്തിൻ്റെ ടൈറ്റ്നസ്, ഇങ്ങനെ ചില ചികിത്സിക്കാൻ പറ്റുന്ന കാരണങ്ങൾ കൊണ്ടും മലബന്ധം ഉണ്ടാകാം. അതുകൊണ്ട് ഡോക്ടറെ സമീപിച്ചിട്ട് വേണം നമ്മൾ മലബന്ധം ചികിത്സിക്കാൻ തുടങ്ങേണ്ടത്. ഇപ്പോൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കറക്റ്റ് ആവില്ല. ഡോക്ടർ പറയുന്ന അളവിൽ വേണ്ടത്ര കാലാവധിയിൽ കൊടുക്കണം. നമ്മൾ വേദന ഉള്ളത് കൊണ്ടാണ് കുഞ്ഞ് കക്കൂസിൽ പോകാൻ മടി കാണിക്കുന്നത്, പിടിച്ചു വെക്കുന്ന സ്വഭാവം ഉണ്ടായത്. അപ്പം വേദന മറക്കാൻ കുറേ സമയമെടുക്കും. എത്ര സമയം? ചിലപ്പോൾ 6 മാസമോ 1 വർഷമോ റെഗുലറായിട്ട് മലം പോകാനുള്ള മരുന്നാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം മലം പോകാനായിട്ടുള്ള മരുന്ന് കറക്റ്റ് ഡോസിൽ വേണ്ടത്ര കാലയളവിൽ കൊടുക്കാമെങ്കിൽ കുട്ടികളിൽ കാണുന്ന മലബന്ധം നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കും.